ഹായ് സ്റ്റുഡൻസ്, I+ൻ്റെ ബാങ്കിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ബാങ്കിങ്ങിൽ റിസ്ക് ഇൻ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള റിസ്ക്, നഷ്ടസാധ്യതകൾ, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. Credit risk is the most simply defined as the potential that the bankers borrow or the counterparty may fail to meet its obligation in accordance with the agreed terms. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് വായ്പ കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാങ്ക് ഈ പറയുന്ന കസ്റ്റമർക്ക് വായ്പ കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. എന്താണ് ക്രെഡിറ്റ് റിസ്ക്? ഡിഫൈൻഡ് ആസ് പൊട്ടൻഷ്യൽ ദാറ്റ് ദ ബാങ്കേഴ്സ് ബോറോ ഓർ ദ കൗണ്ടർ പാർട്ടി മേ ഫെയിൽ. അപ്പോൾ ബാങ്ക് ബോറോ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ ബോറോ ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റമർ ഈ ലോൺ എടുത്തിരിക്കുന്ന ആൾ തിരിച്ചടക്കാനായിട്ട് ഫെയിൽ ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മുടക്കം വരുത്തുന്നത് കൊണ്ടോ വരുന്ന റിസ്കിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റിസ്ക്. It is the possibility of loss associated with the diminution in the credit quality of the borrower or the counterparty. കാരണം ബാങ്കിന് പഴയ ഒരു സമ്പ്രദായം അനുസരിച്ച് ബാങ്ക് ഒരിക്കലും വായ്പ കൊടുക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് ബാങ്ക് അളക്കുന്നില്ല, അല്ലെങ്കിൽ അത് അറിയുന്നില്ല. മറിച്ച് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് സിബിൽ സ്കോർ വെച്ചിട്ട് വായ്പ കൊടുത്തിരിക്കുന്ന ആളുടെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു 10 വർഷം മുമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിബിൽ സ്കോർ വരുന്നതിന് മുമ്പ് ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ക്രെഡിറ്റ് റിസ്ക് കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം അദ്ദേഹം നേരത്തെ എടുത്തിരിക്കുന്ന വായ്പകളുടെ ഏകദേശം അതിൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി അറിയാനായിട്ട് സിബിൽ സ്കോർ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വായ്പ കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് റിസ്ക് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. നമ്മൾ ചെക്ക് ചെയ്യാതെ ഈ പറയുന്ന വായ്പ എടുക്കുന്ന ആളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാതെ വായ്പ കൊടുക്കുന്നത് മൂലമാണ് ഈ പറയുന്ന ക്രെഡിറ്റ് റിസ്ക് വരുന്നത്. അങ്ങനെ ക്രെഡിറ്റ് റിസ്ക് കൂടിയ സ്ഥാപനമാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന NPA കൂടുതൽ, നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുതലായിരിക്കും. നമുക്ക് അതിനകത്തേക്ക് പോകാം. അപ്പോൾ വായ്പ കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്കിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റിസ്ക്. അടുത്തത് മാർക്കറ്റ് റിസ്ക്. Market risk refers to risk to a bank resulting from the movement of market prices. അപ്പോൾ മാർക്കറ്റിലെ വില എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, ഫോറിൻ എക്സ്ചേഞ്ച് നിരക്കുകളാവാം, കമ്മോഡിറ്റിയുടെ പ്രൈസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻട്രസ്റ്റ് റേറ്റ് ആയിക്കോട്ടെ, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിക്കോട്ടെ, കമ്മോഡിറ്റി പ്രൈസസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാർക്കറ്റിലെ പ്രൈസസ്, ഈ പറയുന്ന മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന നിരക്കുകളിൽ വ്യത്യാസം വരുന്നത് കൊണ്ടുണ്ടാകുന്ന റിസ്കിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് റിസ്ക്. അപ്പോൾ മാർക്കറ്റ് റിസ്ക് ഈസ് എ റിസ്ക് റിസൾട്ടിങ് ഫ്രം ദ മൂവ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസസ്. പ്രത്യേകിച്ചും ഇൻട്രസ്റ്റ് റിസ്ക്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ തന്നെ കമ്മോഡിറ്റി പ്രൈസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓപ്പറേഷണൽ റിസ്ക്. Operational risk is the risk of losses incurred by inadequate internal process, people and system of from the എക്സ്റ്റേണൽ ഇവൻറ്റ്സ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ബാങ്കിൻ്റെ ഉള്ളിൽ വെച്ചുള്ള പ്രവർത്തനങ്ങളിൽ, ഇൻറ്റേർണൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ക്ലറിക്കലായിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടോ, ആൾക്കാരായിട്ട് വരുത്തി വയ്ക്കുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് വരുത്തി വയ്ക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടോ, ഓർ ഫ്രം ദ എക്സ്റ്റേണൽ ഇവൻറ്റ്സ്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടോ ഉണ്ടാകുന്ന റിസ്കിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷണൽ റിസ്ക്. സാധാരണഗതിയിൽ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത് സാധാരണ ക്ലറിക്കൽ എറേഴ്സ്, ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ അവിടുത്തെ സിസ്റ്റമായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന മിസ്റ്റേക്ക്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോനെ നമ്മൾ CAR എന്ന് സൂചിപ്പിക്കാം. ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ബാങ്ക്സ് അവൈലബിൾ ക്യാപിറ്റൽ എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ബാങ്ക്സ് റിസ്ക് വെയ്റ്റഡ് ക്രെഡിറ്റ് എക്സ്പോഷേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ബാങ്കുകളെ സംബന്ധിച്ച് ബാങ്കുകൾ വായ്പ കൊടുക്കുന്നതിലൂടെയാണ് ആ വായ്പ പലിശയും മുതലും അടക്കം തിരിച്ച് ബാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ ബാങ്ക് വായ്പ കൊടുക്കുന്നത് ക്രെഡിറ്റ് റിസ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബാങ്ക് വായ്പ കൊടുക്കുമ്പോൾ അവിടെ വായ്പ കൊടുക്കുന്നതിനെ വെയിറ്റ്, ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഇൻഡെക്സ് ചെയ്ത് വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ റിസ്ക് വെയ്റ്റഡ് ക്രെഡിറ്റ് എക്സ്പോഷേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റിസ്ക് വെയ്റ്റഡ് അസറ്റ് അഥവാ റിസ്ക് വെയ്റ്റഡ് ക്രെഡിറ്റ് എക്സ്പോഷേഴ്സിന് ആനുപാതികമായിട്ട് ബാങ്കിന് അത്രത്തോളം ക്യാപിറ്റൽ വേണം എന്ന് പറയുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ.
അപ്പോൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത് ബാങ്ക് എത്രയാണോ വായ്പ കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്നാ പറയുക. അതിനെ ആസ്പദമാക്കിയിട്ട് ബാങ്കിന് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ആ റേഷ്യോൻ്റെ ആ അനുപാതത്തെ അതിനാസ്പദമായിട്ട് ക്യാപിറ്റൽ വേണം എന്ന് പറയുന്ന ആ അനുപാതത്തെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ്, അതിനെ മറ്റൊരു പേരിലും വിളിക്കും ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നും പറയും, ക്രാർ എന്നും പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദ സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ഈ പറയുന്ന കാർ ആയിക്കോട്ടെ, ക്രാർ റേഷ്യോ ആയിക്കോട്ടെ, അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റെബിലിറ്റി, എഫിഷ്യൻസി എന്നിവ ഈ പറയുന്ന ഫിനാൻഷ്യൽ സിസ്റ്റം, ലോകത്തെമ്പാടുമുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ സ്റ്റെബിലിറ്റിയും എഫിഷ്യൻസിയും എൻഷുർ ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന ക്രാർ റേഷ്യോസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. Capital adequacy ratio is the ratio of bank's capital in relationship with risk weighted asset and current liabilities. അപ്പോൾ പറയുന്ന ഈ കറണ്ട് ലയബിലിറ്റീസ് ആയിക്കോട്ടെ, റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആയിക്കോട്ടെ, അതിന് ആനുപാതികമായിട്ട് ക്യാപിറ്റലുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കിട്ടാനായിട്ട് നമ്മുടെ ഫോർമുല ഇതാണ്: കാർ ഇസ് ഈക്വൽ ടു ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. അപ്പോൾ കാറിൻ്റെ ഇക്വേഷൻ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോയുടെ ഇക്വേഷൻ ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഇനി എന്തെല്ലാമാണ് ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം. ക്യാപിറ്റലിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ഫണ്ടിനകത്ത് എന്തൊക്കെ വരും? ക്യാപിറ്റൽ ഫണ്ട് ഇൻക്ലൂഡ്സ് കമ്പോണൻസ് ഏതൊക്കെയാണ്? ടയർ 1 കമ്പോണൻറ്റും ടയർ 2 കമ്പോണൻറ്റും ചേർന്നാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടയർ 1 കമ്പോണൻറ്റും ടയർ 2 കമ്പോണൻറ്റും ചേർന്നതാണ്. ഇനി ടയർ 1 കമ്പോണൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടയർ 1 ക്യാപിറ്റലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോർ ക്യാപിറ്റൽ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടയർ 1 ക്യാപിറ്റലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോർ ക്യാപിറ്റൽ. ഇനി ടയർ 1 ക്യാപിറ്റലിൽ വരുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓർഡിനറി ഷെയർസിൻ്റെ ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അടച്ചു തീർന്ന ഓഹരി മൂലധനം, അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അതർ ഡിസ്ക്ലോസ്ഡ് ഫ്രീ റിസർവുകൾ. അപ്പോൾ ടയർ 1 ക്യാപിറ്റലിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അതർ ഡിസ്ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ജനറൽ റിസർവ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ റിസർവ് ആയിക്കോട്ടെ, അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന റിസർവുകൾ. പെർപെക്ച്വൽ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറുകൾ, ഇന്നോവേറ്റീവ് പെർപെക്ച്വൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്, പിന്നെ ക്യാപിറ്റൽ റിസർവ് റെപ്രസെൻറ്റിംഗ് ദ സർപ്ലസ് അറൈസിങ് ഫ്രം ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന, അധികമായി കിട്ടുന്ന, സർപ്ലസിൽ നിന്ന് കിട്ടുന്ന പൈസ ക്യാപിറ്റൽ റിസർവിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർന്നാണ് നമ്മൾ ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ടയർ 1 ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് ഒന്നുകൂടെ പറയാം: പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ, അതർ ഡിസ്ക്ലോസ്ഡ് റിസർവുകൾ അഥവാ ഫ്രീ റിസർവുകൾ, പെർപെക്ച്വൽ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറുകൾ, ഇന്നോവേറ്റീവ് പെർപെക്ച്വൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഡിബഞ്ചറുകൾ, ക്യാപിറ്റൽ റിസർവ് എങ്ങനെയാണ് ഈ സെയിൽ പ്രൊസീഡ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അസറ്റുകളുടെ സെയിൽ പ്രൊസീഡ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അധികമായി കിട്ടിയിരിക്കുന്ന സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഭാഗം അത് ക്യാപിറ്റൽ റിസർവിലേക്ക്, ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഭാഗം ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത്രയാണ് ടയർ 1 കമ്പോണൻറ്റിൽ വരുന്നത്. ഇനി ടയർ 2 കമ്പോണൻറ്റിൽ വരുന്നത് അൺഡിസ്ക്ലോസ്ഡ് റിസർവ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് റിസർവ്, റീവാലുവേഷൻ റിസർവ്, ജനറൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റുകൾ, സബോർഡിനേറ്റഡ് ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസർവ് അക്കൗണ്ടുകൾ. പിന്നെ ബാങ്ക്സ് ആർ അലൗഡ് ടു ഇൻക്ലൂഡ് ജനറൽ പ്രൊവിഷൻസ് ഓൺ സ്റ്റാൻഡേർഡ് അസറ്റിന്മേലുള്ള പ്രൊവിഷനുകളും ഇതിനകത്ത് രേഖപ്പെടുത്താനായിട്ട് ബാങ്കുകളെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേർന്നതാണ് ടയർ 2 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ടയർ 2 ക്യാപിറ്റൽ വരുന്നത് അൺഡിസ്ക്ലോസ്ഡ് റിസർവ്, റീവാലുവേഷൻ റിസർവ്,
ജനറൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്, സബോർഡിനേറ്റഡ് ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസർവ് അക്കൗണ്ട്. പിന്നെ വരുന്നത് ബാങ്കുകളുടെ സ്റ്റാൻഡേർഡ് അസറ്റിന്മേലുള്ള ജനറൽ പ്രൊവിഷൻസ് ആണ് പിന്നെ വരുന്നത്. ഓക്കെ, യെസ്. ഇനി റിസ്ക് വെയ്റ്റഡ് അസറ്റ്. എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് നോക്കാം. റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആർ ലോൺസ്, ലോണുകൾ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതർ അസറ്റ് ഓഫ് എ ബാങ്ക്, അല്ലെങ്കിൽ ബാങ്കുകളുടെ മറ്റ് അസറ്റ് വെയ്റ്റഡ് എങ്ങനെയാണ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ പെർസെൻറ്റേജ് ഫാക്ടർ. എത്രത്തോളം റിസ്ക് അതിനകത്തുണ്ട് അല്ലെങ്കിൽ അതുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ ആ ഒരു റിസ്ക് വരുന്നത്. ഓക്കെ, അത് നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആ റിസ്കിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ടു റിഫ്ലക്റ്റ് ദർ റെസ്പെക്റ്റീവ് ലെവൽ ഓഫ് റിസ്ക് ഓഫ് ദ ലോസ് ടു ദ ബാങ്ക്, എത്രത്തോളം നമുക്ക് ബാങ്കിന് അതുമായി ബന്ധപ്പെട്ട് റിസ്ക് വരും എന്നുള്ളതാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. യെസ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്രെഡിറ്റ് റിസ്കിനെ പറ്റിയാണ്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് വായ്പ കൊടുക്കുന്നത് മൂലമുണ്ടാകുന്ന റിസ്ക് ആണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. വായ്പ കൊടുക്കുന്ന കൗണ്ടർ പാർട്ടി അല്ലെങ്കിൽ വായ്പ എടുക്കുന്ന ആൾ തിരിച്ചടക്കാത്തത് മൂലമുണ്ടാകുന്ന റിസ്ക് ആണ് ക്രെഡിറ്റ് റിസ്ക്. ഇനി മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ നിരക്കുകളായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, കമ്മോഡിറ്റി പ്രൈസസ്, അതുമൂലം ഉണ്ടാകുന്ന റിസ്കിനെ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നു. ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത് പ്രോസസ്സ്, ഈ പറയുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രോസസ്സ് കൊണ്ടോ ആൾക്കാരായിട്ടോ സിസ്റ്റമായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ആയിട്ടോ ഉണ്ടാക്കുന്ന റിസ്കിനെ ഓപ്പറേഷൻ റിസ്ക് എന്ന് പറയുന്നു. ഈ 3 തരത്തിലുള്ള റിസ്ക് ആണ് ഇപ്പോൾ നിലവിൽ ബാങ്കുകളിലുള്ളത്: ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്. ഇനി നമ്മൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, കാറിനെ പറ്റി പറഞ്ഞു. കാർ എന്ന് പറയുന്നത് ഈ പറയുന്ന റിസ്ക് വെയ്റ്റഡ് അസറ്റിനെ ആസ്പദമാക്കിയിട്ട് ക്യാപിറ്റലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വേണമെന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് കമ്പോണൻസ് പറഞ്ഞു. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും ചേർന്നാണ്. ടയർ 1 ക്യാപിറ്റൽ നമ്മൾ കോർ ക്യാപിറ്റൽ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ കമ്പോണൻസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ടയർ 2 ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് നമ്മൾ കണ്ടു. ഇനി റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത് ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ റിസ്ക് എക്സ്പോഷേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചിരിക്കുന്ന അസറ്റിനെയാണ് നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ബേസൽ നോംസ് എന്ന് പറയുന്ന ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.